സ്വർഗപിതാവെ പകരക്കായി നന്ദി പറയുന്നു, തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവെ. ഈ ഒരു ഉപവാസം ദൈവമേ നല്ലൊരു ഉപവാസം തന്നാൽ ദൈവമേ അതുപോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സും ആത്മാവ് ഒരുപോലെ ദൈവമേ നിന്റെ കണ്ടുകൊള്ളാവാൻ തക്കണം കൃപകരണം പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം ഭാഗ്യം മുതൽ. അതായത് നിനവേയിലെ ഒരു മാനസാന്തരം. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്ത് ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവർ സിംഹാസനത്തിൽ മാറ്റി ചാക്കൊടുത്ത് ചാലത്തിലിരുന്ന് അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണ്, ഇത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയ്ക്കുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കു വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കേണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? നിനവേലെ 3 ദിവസത്തെ ഉപവാസിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞു. രാജാവ് രാജപദത്തിൽ നിന്ന് ഇറങ്ങി വെറും ചാക്കൊടുത്തെന്നുള്ളത്. എന്നാൽ രാജാവിൻ്റെ ആ മനസ്സ് എത്രമാത്രം താഴോട്ട് പോയി. ആ രാജാവ് ഉന്നതങ്ങളിലിരിക്കുന്ന രാജാവ് വിളംബരമാണ്, ആ പ്രജകളെ കൊണ്ട് വിളംബരം ചെയ്തെന്നാണ് പറഞ്ഞത്. വലിയവനും ചെറിയവനും പോലെ ചാക്കൊടുത്ത് ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. എന്നാലും ചാക്കൊടുത്ത് നിനവേ രാജാവ് കേട്ടപ്പോൾ ആചാരത്തിൽ നീ അവനെ അങ്ങനെ ചെയ്യാനല്ലോ. രാജാവും കൂടി അവരോട് ചേർന്നിരുന്നു. അവർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജിക വസ്ത്രം മാറ്റി ചാക്കൊടുത്തിരുന്നെന്നുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മേളിൽ നിന്ന് താഴേലേക്ക് വന്ന പണ്ടൊരു രാജാവ് അടുത്ത് 2 പ്രജകൾ ചെന്നു, ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞു. അന്നേരം ഈ പ്രജകൾ രാജാവ് കൽപ്പന പ്രഖ്യാപിച്ച് ഈ സമാധാനമുള്ളത് എവിടത്തെല്ലാം പറഞ്ഞു. അന്നേരം തിരുനാളിങ്ങനെ ഈ പ്രജകൾ നടന്ന് അവരുടെ ഈ രാജാക്കന്മാരുടെ സൂര്യമാരിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു കാളെ പൂട്ടുന്ന ഒരു മനുഷ്യനെ കണ്ടു. തിരുനാൾ നടന്നതിന് ശേഷം അത് കണ്ടത്. അവർ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ പാട്ടും പാടി സമാധാനം പോയിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ ഈ വയലിൽ വന്ന് കാളകളെ മേയിച്ച് കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നു, ഞാനെൻ്റെ മക്കളെ ഉപജീവനം കഴിക്കുന്നു. അന്നേരം ആ രാജാവ് വിളിച്ചുകൊണ്ട് ഇഞ്ഞ് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കർഷകൻ്റെ ഉടുപ്പെടുത്ത്, അന്നേരം കർഷകൻ പറഞ്ഞു, രാജാവ് നിന്നെ തിരക്കും, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. നിന്നെ കൊല്ലാനൊന്നും അല്ലെന്ന് അവർ പറഞ്ഞു. അന്നേരം അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. അവരുടെ വസ്ത്രം മേടിച്ച് ആ രാജാവ് അങ്ങനെ അവരിൽ നിന്ന് സമാധാനം കാമിച്ചിരുന്നു പറയും. അന്നേരം നമ്മൾ ആലോചിച്ച് നോക്കിയ രാജാവും എല്ലാവരും തുല്യരാണ്. ഇവിടെ പറഞ്ഞേക്കുന്നതാണ്, എഴുന്നേറ്റ് രാജിക വസ്ത്രം മാറ്റി ചക്കൊടുത്ത് ചാലത്തിലിരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവും അവൻ്റെ പ്രഭുക്കന്മാരും കൽപ്പനയാണിത്, മനുഷ്യനോ മൃഗങ്ങളോ യാതൊന്നും 3 ദിവസം ഒന്നും കഴിക്കില്ല, മേയ്ക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു. അന്നേരം മൃഗങ്ങൾക്ക് പോലും ഉപവാസം ഉണ്ടായിരുന്നു, മനുഷ്യന് ഉപവാസമുണ്ട്. ഉപവാസം എന്തോ ദൈവവുമായിട്ട് സഹവസിക്കുന്നതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 ഗുണങ്ങളാണ് നമുക്കുള്ളൂ. 1, ശരീരത്തിൻ്റെ കൊഴുപ്പുകളെ നിയന്ത്രിക്കുന്നു. 2, ദൈവമായിട്ടുള്ള കൃപ കിട്ടുന്നു. അതാണ് ദൈവത്തോട് സഹവസിക്കുവാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വേണ്ടാത്ത തന്നെ വർദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ആകാരം ഒന്നിനെ അശുദ്ധിയാക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും പോകുക. പരസംഗമോ വ്യഭിചാരം പലദൂഷണം എന്നിവയാണ്. എന്നാൽ നമ്മൾ അത് വേറൊരു ഫയൽ. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, വർദ്ധിക്കേണ്ടതുണ്ട്. അത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് 2 ഗുണങ്ങൾ കിട്ടും. 1, നമ്മുടെ ജഡികം വളരുമ്പോൾ ആത്മാവ് തളരും, ആത്മാവ് തളരുമ്പോൾ ജഡികം വളരും. എന്നാൽ നമ്മൾ ജഡികത്തെ കൺട്രോൾ ചെയ്ത് ആത്മാവിനെ വളർത്താൻ നമ്മൾ നിൽക്കണം. പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുട്ട ഒരു കോഴിയെ വളരുന്നത് എങ്ങനെ? ആ വെള്ളക്കരുവിൽ നിന്ന് മുട്ട ഈ കോഴി കുഞ്ഞുങ്ങളുണ്ടാവും ഉൽപ്പാദിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളാകുമ്പോൾ ആ വെള്ളക്കരുവാണ് അതിന് തീറ്റയായിട്ട് 20 ദിവസം 21 ദിവസം തിന്ന് പുറത്ത് വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടുതൽ കൃപ വേണമെങ്കിൽ നമ്മുടെ ജഡീകമായ നമ്മുടെ കൊഴുപ്പുകളെ, നമ്മുടെ ഹൃദയങ്ങളുള്ള കൊഴുപ്പുകളെല്ലാം ഈ ഉപസിക്കും ഭരിക്കും. അത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് അത് കഴിക്കുന്നതിന് ശേഷമാണ് ഇതെല്ലാം നമുക്ക് പിന്നീട് ശരീരത്തുണ്ടാകുന്ന കൊഴുപ്പ് അസുഖങ്ങളൊന്നും ഇല്ലാതെ വരും. പിന്നെ ദൈവം തമ്പുരാൻ നിന്ന് കൃപയെ കിട്ടും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ രാജാവിനെയും അവൻ്റെ പ്രഭുക്കന്മാരെയും കൽപ്പനയാണിത്, മനുഷ്യൻ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയ്ക്കുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനെയും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് എന്ത് പറയണം? ഉച്ചത്തിൽ വിളിക്കണം. നമുക്കിവിടെ ഉച്ചത്തിൽ വിളിക്കാൻ സമയമുണ്ടോ?
നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ദേഷ്യം വരും. അത് വേറെ വല്ലതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിളിച്ച് ഉപവസിക്കുമ്പോൾ ദൈവത്തോടു കൂടി സഹവസിക്കണം. നമ്മൾ ഈ 15 ദിവസം, നമ്മൾ 25 ദിവസം എല്ലാം അതായത് 1 മുതൽ എടുക്കുന്നവരുണ്ടേ. ഈ 25 ദിവസമെങ്കിലും നോക്കി നോക്കുന്നവരുണ്ട്. അതറിയോ? ഞങ്ങൾക്കൊന്നും ഉപവാസമൊന്നും ഇല്ലാതെ വെറും തട്ടിപ്പാന്ന് പറയുന്നവർ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പം നടക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. കിടക്കുന്ന സമയത്ത് എടുക്കണമെന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. നിൻ്റെ ജീവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ അറിയണം. ഇപ്പം ഞാൻ പറയുമോ എനിക്കൊന്നും ഇല്ല ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ. ഇപ്പം നടക്കുമ്പോൾ പറയുമോ ആരുമില്ല, എനിക്ക് ആരും വേണ്ടാന്ന്. പക്ഷെ കിടന്നു കഴിയുമ്പോൾ പിന്നെ ഈ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് അന്നേരം കിട്ടുന്നത്. നമ്മൾ ഉപവസിക്കുമ്പോൾ ദൈവം തമ്പുരാൻ്റെ കൂടെ ആയിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ദൈവത്തോട് സ്നേഹിക്കണം. അതാണ് രാജാവ് വിളംബരം കേട്ടപ്പോൾ തന്നെ താഴെ ഇറങ്ങി വന്ന് അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉഴിഞ്ഞു മാറ്റി ചാക്ക്, ആർക്കും വേണ്ടാത്ത ചാക്ക്. ഒന്നാലോചിച്ച് നോക്കി, ആരും കൊടുക്കാറില്ല ചാക്ക്. അങ്ങനെ കൃപാവരമുള്ളവർ മാത്രമേ ചാക്ക് കൊടുക്കുക. ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. ചാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ചാരത്തിൽ 3 ദിവസം തിന്നില്ല, കുടിച്ചില്ല. അവിടെ മൃഗങ്ങൾ പോലും കൊടുക്കണമെന്നാണ് രാജാവ് കാണിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം. എന്നാലും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ദൈവം കേൾക്കുന്നുണ്ടോ? ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും വിട്ടുമാറണം. ഇപ്പോൾ നമ്മൾ ഉപവസിക്കുന്നുണ്ട്. 50 ദിവസം ചിലവരുണ്ട്. 50 ദിവസം ഉപവസിച്ച് വെള്ളം പോലും, എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരൻ 50 ദിവസം വരെ വെള്ളം അടിക്കത്തില്ല. 50 ദിവസം കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ വെള്ളം അതിനില്ലാത്ത പരിപാടി ചുരുക്കുക. 50 ദിവസം, ഈ 50 ദിവസം ഇരിക്കുന്നവൻ പിന്നെ അങ്ങോട്ട് ഇരുന്നൂടെ? ഇരിക്കത്തില്ല. അവൻ ഇരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ എന്തെങ്കിലും തമ്പുരാൻ അവസാനം ഓരോ ശിക്ഷ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നു. ചിലവർ പറയാറുണ്ടോ, ബ്രദറെ ഞങ്ങൾ പകലെ ആഹാരം കഴിക്കുന്നു, രാത്രി മൊത്തം ഞങ്ങൾ ഉപവാസമെന്ന് പറയാറുണ്ട്. അത് തമ്പുരാനെ കളിക്കാറുണ്ട്. ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉപവസിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലായി ദൈവത്തോട് ചേർത്തിരിപ്പാൻ, ദൈവമായിട്ട് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടി നടക്കുവാൻ, ദൈവം പറയുന്ന ആ വഴിയെ കൂടെ നടക്കുവാൻ കൃപ തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, അവിടെ ദൈവമേ പട്ടിണിയും പരിവട്ടവും കിടക്കുമ്പോൾ കർത്താവേ, അതിനുപരിയായിട്ട് ആരും നന്നേ, വസ്ത്രം നന്നേ, തീറ്റിപ്പോയി എത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്, നീ ഇടപെടണം, സംസാരിക്കണം കർത്താവേ. എത്രയും പെട്ടെന്ന് നിർത്തുവാൻ അതിൽ കൂടി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവേ, മനുഷ്യന് താങ്ങാൻ പറ്റാത്തതാണല്ലോ കർത്താവേ. മത്സരമല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവേ, കടക്കണിയിലേക്കാണല്ലോ മനുഷ്യൻ ഓടിപ്പോകുന്ന കർത്താവേ. സമാധാനം, സന്തോഷം, രാജ്യത്തോടും ജാതിയോടും മക്കൾ അമ്മായിയോടും കലയിക്കുന്ന കാലം വരുന്നതെന്ന് കർത്താവേ നിൻ്റെ ബൈബിൾ എഴുതിയ പ്രകാരം അതനുസരിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത് കർത്താവേ. അവസാന നിമിഷങ്ങളിൽ ദൈവത്തെ അതിനെ മുറുകെ പിടിച്ച് നിൻ്റെ വഴിയെ കൂടി നടപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഓരോ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.